മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നു. ഇതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. അദ്ദേഹം അത് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. കേൾക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അല്ല, ഗതാഗത മന്ത്രിയുടെ വിഷയത്തിൽ പ്രതികരണം പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. സംഭവം നടന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. മുഖ്യമന്ത്രി മൗനം അവലംബിക്കുകയാണ്. ഇതൊരു കുടുംബ പ്രശ്നമായിട്ട് തീർക്കാനുള്ള പരിപാടിയായിട്ടാണ് നടക്കുന്നതെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കുടുംബ പ്രശ്നമായിരുന്നെങ്കിൽ എന്തിനാണ് 2013 പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്? ആ ചോദ്യത്തിന് മറുപടി പറയണം. അന്ന് കുടുംബ പ്രശ്നമായിരുന്നു. പക്ഷെ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ മന്ത്രി ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് അന്ന് പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി. ഇവിടെ പ്രതിപക്ഷ നേതാവ് മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. യാമിനി തങ്കച്ചി കെ.ബി. ഗണേഷ് കുമാറിന്റെ മുൻ ഭാര്യ ഉയർത്തിയ പ്രശ്നമാണല്ലോ പറയുന്നത്. അതേക്കുറിച്ച് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അന്ന് പറഞ്ഞത് നടപടിയെടുക്കണം, കെ.ബി. ഗണേഷ് കുമാറിനെ പുറത്താക്കണം എന്നായിരുന്നു. എന്നാൽ ഇന്ന് കെ.ബി. ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് പിണറായി വിജയൻ. ഇതാണ് വി.ഡി. സതീശൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ അന്ന് മറ്റൊരു കാര്യമുണ്ട്. യാമിനി തങ്കച്ചി അന്ന് DGPക്ക് പരാതി നൽകിയിരുന്നു. രേഖാമൂലം നേരിട്ട് പരാതി നൽകിയിരുന്നു. പരാതി മുന്നിലുണ്ട്. ആ പരാതി നിൽക്കുമ്പോഴാണ് കെ.ബി. ഗണേഷ് കുമാറിനെ സംരക്ഷിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിച്ചത്, UDF സർക്കാർ ശ്രമിച്ചത്. അതിനെതിരെയായിരുന്നു അന്ന് പ്രതിഷേധം ഉയർന്നു വന്നത്. അങ്ങനെ പരാതി ഉയർന്നു വന്ന സാഹചര്യത്തിൽ, പോലീസിന് DGPക്ക് പരാതി നൽകിയ സാഹചര്യത്തിൽ അതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മന്ത്രിസ്ഥാനത്ത് കെ.ബി. ഗണേഷ് കുമാർ ഇരിക്കുന്നത് ശരിയല്ല, അദ്ദേഹം രാജിവെക്കണം, രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം, ഇതായിരുന്നു അന്ന് പറഞ്ഞത്. അത് ശരിയാണ്. എന്നാൽ ഇന്ന് കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഭാര്യ പരാതി കൊടുത്തിട്ടില്ല. അവർക്ക് പരാതിയില്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പരാതിയില്ലാത്ത ഒരു സംഭവത്തിൽ ഒരു കുടുംബത്തിലുണ്ടാകുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു തർക്കം, വിഷയം എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ശരിയും തെറ്റിലേക്കും ഇപ്പോൾ പോകണ്ട, അവിടെ കിടക്കട്ടെ. ആ പ്രശ്നത്തിൽ എന്തിനാണ് മന്ത്രി രാജിവെക്കുന്നത്? ഈ പ്രശ്നത്തിന് പിറകിൽ മറ്റു ചില കളികളും കൂടി ഇപ്പോൾ മെല്ലെ മെല്ലെ പുറത്തു വരുന്നുണ്ട്. BJP കളിച്ച കളിയുണ്ട്, കോൺഗ്രസ് കളിച്ച കളിയുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരുമായിരിക്കും. വരട്ടെ, അപ്പോൾ അതേക്കുറിച്ച് പറയാം. പക്ഷെ ഇവിടെ ഗണേഷ് കുമാറിൻ്റെ ഭാര്യയ്ക്ക് പരാതിയില്ല. പരാതി ഉണ്ടെങ്കിലല്ലേ നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അന്ന് പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നടപടി എടുക്കണമെന്ന് അന്നത്തെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആവശ്യപ്പെട്ടത്. ഇന്ന് കെ.ബി. ഗണേഷ് കുമാറിനെതിരെ പരാതിയില്ലാതെ ഒരു വിടർ നടന്ന സംഭവത്തിൻ്റെ പേരിൽ കേസെടുക്കുന്നത് എങ്ങനെ, നടപടിയെടുക്കുന്നത് എങ്ങനെ, മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എങ്ങനെ? അതുകൊണ്ടാണ് ഇന്ന് പിണറായി വിജയൻ ചെയ്തതും അന്ന് പിണറായി വിജയൻ പറഞ്ഞതും ശരിയാണ് എന്ന് പറയാൻ കാരണം. എന്തായാലും കെ.ബി. ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ LDF തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എപ്പോൾ പരാതി ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, ഭാര്യ പരാതിയിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ, ഭാര്യ പോലീസിന് പരാതി നൽകിയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും കെ.ബി. ഗണേഷ് കുമാർ രാജിവെക്കേണ്ടതാണ്. രാജിവെക്കണമെന്ന് LDFൽ ചർച്ച ചെയ്ത്, LDF പ്രധാനപ്പെട്ട നേതാക്കൾ ചർച്ച ചെയ്ത് പൊതു തീരുമാനത്തിൽ എത്തുകയും മുഖ്യമന്ത്രി അക്കാര്യം കെ.ബി. ഗണേഷ് കുമാറിനോട് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഗണേഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ അത്തരമൊരു പരാതിയില്ലാത്ത സാഹചര്യത്തിൽ പ്രശ്നം കുടുംബ പ്രശ്നമാണ്, പറഞ്ഞ് തീർത്തു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത് എന്തിന്? ആ നിലപാടാണ് ഇപ്പോൾ LDF സ്വീകരിച്ചിരിക്കുന്നത്. വി.ഡി. സതീശൻ മനസ്സിലാക്കേണ്ടത് രണ്ട് സാഹചര്യമാണ് എന്നുള്ളതാണ്. അന്ന് യാമിനി തങ്കച്ചി DGPക്ക് നൽകിയ പരാതിയുണ്ട്, പക്ഷെ ഇന്ന് പരാതിയില്ല. അതുതന്നെയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നേരത്തെ പല പ്രശ്നങ്ങളിലും ചാടി കയറി പിടിച്ച് നാണം കെട്ടതുപോലെ ഈ പ്രശ്നത്തിലും പ്രതിപക്ഷം നാണം കെടാനാണ് പോകുന്നത്, ഈ പ്രശ്നം ഉയർത്തിപ്പിടിച്ച് സമരത്തിന് ഇറങ്ങിയാൽ.